നമസ്കാരം. ലക്ഷ്യ 2026 എന്ന പേരിൽ കോൺഗ്രസിൻ്റെ നേതൃയോഗം വയനാട്ടിൽ സമാപിച്ചിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് പരമാവധി സീറ്റുകൾ നേടിയെടുക്കാനുള്ള മാർഗങ്ങളാണ് പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയായത്. 100 സീറ്റ് ലക്ഷ്യമിട്ട് തന്നെയാണ് പാർട്ടി രംഗത്തിറങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 85 സീറ്റെങ്കിലും നേടിയിരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുന്നത്. UDF 85 മുതൽ 100 സീറ്റുകൾ വരെ ലഭിക്കുകയാണെങ്കിൽ വളരെ സുഗമമായി തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും എല്ലാം തന്നെ തോളോട് തോൾ ചേർന്നതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനം വളരെ വിജയകരമായ രീതിയിൽ നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഏതായാലും UDF ഇക്കുറിയും പതിവ് പോലെ രാഷ്ട്രീയക്കാരല്ലാത്ത സെലിബ്രിറ്റികളായ സിനിമ അല്ലെങ്കിൽ സാമൂഹ്യ മീഡിയയിലെ താരങ്ങളായി മാറിയ നിരവധി പേരെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ സിവിൽ സർവീസിൽ ഉദ്യോഗസ്ഥന്മാരായിരുന്ന അവരെ കഴിവ് തെളിയിച്ച വളരെ പ്രഗത്ഭരായി അവർ ചെന്ന മേഖലകളിലൊക്കെ തന്നെ ഒരു IAS ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ കഴിവ് തെളിയിച്ച ആളുകളെയൊക്കെ തന്നെ ഇക്കുറിയും UDF സ്ഥാനാർത്ഥിയാവാൻ പരിഗണിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കായംകുളം സീറ്റാണ്. കായംകുളത്ത് കഴിഞ്ഞ 2 ടേമായി CPMലെ പ്രതിഭയാണ് ജയിച്ചു വരുന്നത്. ഇക്കുറി അവർക്ക് സീറ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. സാധാരണഗതിയിൽ CPMൽ 2 ടേം തുടർച്ചയായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടേം മത്സരിക്കണമെങ്കിൽ അത് പ്രത്യേക ഇളവ് ആവശ്യമായ വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ അവർ കൊടുക്കാറുള്ളൂ. ഇക്കുറി പ്രതിഭയെ സ്ഥാനാർത്ഥിയാക്കുമോ ഇല്ല എന്നുള്ള കാര്യം CPM തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ബിജു പ്രഭാകർ എന്ന മുൻ IAS ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ പരിഗണിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ബിജു പ്രഭാകരൻ നമുക്കറിയാം, കേരളത്തിലെ ധനകാര്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവും ഒക്കെ ആയിരുന്നു തച്ചടി പ്രഭാകരൻ്റെ മകനാണ് ബിജു പ്രഭാകർ. തച്ചടി പ്രഭാകരൻ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലതൊട്ടപ്പൻ എന്ന് തന്നെ പറയാമെന്നുള്ള കേരളത്തിലെ സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം സംഭാവന ചെയ്ത ഒരു കോൺഗ്രസ് നേതാവാണ്. ഈ സഹകരണ മേഖലയിൽ കോൺഗ്രസ്സിന് ഒരുപാട് കടന്നു ചെല്ലാൻ കഴിഞ്ഞ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും തച്ചടി പ്രഭാകരൻ എന്ന നേതാവ് തന്നെയായിരുന്നു. അതായത് അതിൻ്റെ മകൻ ബിജു പ്രഭാകർ ഇരുന്ന പദവികളിലൊക്കെ തന്നെ അദ്ദേഹം തൻ്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന സമയത്തൊക്കെ തന്നെ കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലാ കളക്ടർമാരൊരാളായി അദ്ദേഹം മാറിയിരുന്നു. സാധാരണഗതിയിൽ തലസ്ഥാനത്തിൻ്റെ ജില്ലാ കളക്ടറായി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും ഒക്കെ ഇടയിൽ വലിയ പ്രാധാന്യമൊന്നും കിട്ടാതെ പോകുന്നതായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ ബിജു പ്രഭാകർ വളരെ ശക്തമായ തോതിൽ തിരുവനന്തപുരത്ത് കളക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഭരണം നടത്തിയിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് എന്ന പതിറ്റാണ്ടുകളായി നമ്മൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നത്തിന് വലിയ തോതിലുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതിയിലൂടെ കഴിഞ്ഞിരുന്നു. ഇപ്പോഴും വലിയ പെരുമഴയും പേമാരിയും ഒക്കെ വരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലുള്ള ജനങ്ങൾ സമാധാനപരമായി പുറത്തേക്ക് ഇറങ്ങുന്നത് ബിജു പ്രഭാകർ എന്ന മിടുക്കനായ ഉദ്യോഗസ്ഥൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നടപടികളായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള ബിജു പ്രഭാകർ KSRTCയിലെ CMD ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഇരുന്ന പദവികളിലൊക്കെ തന്നെ തൻ്റെ കഴിവ് തെളിയിച്ച വളരെ ജനകീയനായിരുന്ന ബിജു പ്രഭാകരനെ കായംകുളത്ത് സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ലക്ഷ്യമിടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇനിയും പുറത്ത് വന്നിട്ടുമില്ല. ഇനിയും തിരഞ്ഞെടുപ്പിന് സമയമുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ക്ഷണിക്കും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതുപോലെ ഒരു തൃപ്പൂണിത്തറ മണ്ഡലത്തിലെ കാര്യം. തൃപ്പൂണിത്തറ ഒരു ഇടവേള ഒഴിച്ചാൽ തുടർച്ചയായി ബാബു വിജയിച്ചിരുന്ന മണ്ഡലമാണ്. കോൺഗ്രസിലെ വളരെ പ്രമുഖനായ മുൻ മന്ത്രി കൂടിയായ ബാബു തവണ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം മത്സരിക്കാനില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ തൃപ്പൂണിത്തുറ സീറ്റിലേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്ന സിനിമാ താരമായ രമേഷ് പിഷാരടിയാണ്. രമേഷ് പിഷാരടിക്ക് ഒരു പ്രത്യേകതയുള്ളത് അദ്ദേഹം മറ്റ് പലരെയും പോലെ രഹസ്യമായി തൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളല്ല. അദ്ദേഹം പരസ്യമായി താൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ തന്നെ പ്രചരണ രംഗത്ത് വളരെ സജീവമായി ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തൃപ്പൂണിത്തുറ നമുക്കറിയാം വളരെ ശക്തമായ തോതിലുള്ള BJPക്ക് ആഴത്തിൽ വേറുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ ബാബു പതിറ്റാണ്ടുകളിൽ ജയിച്ചത് അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക രീതിയിലുള്ള ആ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമായിരുന്നു. അപ്പോൾ രമേഷ് പിഷാരടിയെ സംബന്ധിച്ച് അദ്ദേഹം സിനിമാ നടൻ്റെ പകിട്ടൊന്നുമില്ലാതെ എല്ലാവരുമായും വളരെ നന്നായി ഇടപഴകുന്ന സാമൂഹ്യ ബന്ധമുള്ള അപൂർവ സിനിമാ നടന്മാരൊരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തൃപ്പൂണിത്തുറ സീറ്റിലേക്ക് കോൺഗ്രസ് രമേഷ് പിഷാരടി തന്നെ പരിഗണിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതുപോലെ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ നിലവിൽ CPMലെ ധനകാര്യമന്ത്രിയായ KN ബാലഗോപാലാണ് MLA ആയിരിക്കുന്നത്. അദ്ദേഹത്തെ നേരിടാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയനായ അഖിൽ മാരാരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം അദ്ദേഹം പിണറായി സർക്കാരിൻ്റെ വൃത്തികേടുകൾക്കെതിരെ പരസ്യമായി തന്നെ നിരവധി തവണ പ്രതികരിച്ചിട്ടുള്ള ആളാണ്. മാത്രമല്ല സാമൂഹിക വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വളരെ സജീവമായി ഇടപെടുന്ന ഒരാളാണ്. ഏറെ ജനകീയനായ ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഖിൽ മാരാരെ ഒരുപക്ഷെ കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം BJPയുടെ വക്താവായിരുന്ന ആളാണ്. BJP വിട്ടാണ് പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത്. സന്ദീപ് വാര്യർക്കായി
3 സീറ്റുകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നതാണ് പറയപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ തവന്നൂർ, അതുപോലെ തൃശ്ശൂർ അസംബ്ലി മണ്ഡലം, അതുപോലെ പാലക്കാട് അസംബ്ലി മണ്ഡലം. ഒരുപക്ഷെ പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കൂടി സമ്മതത്തോടെ ആണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും താരത്തിളക്കമുള്ള വ്യക്തി തന്നെയാണ് സന്ദീപ് വാര്യർ എന്നുള്ളത് കൊണ്ട് സന്ദീപ് വാര്യർ മത്സരിക്കുന്ന മണ്ഡലം ഏതാണെന്നുള്ളത് ഇനിയും കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല എങ്കിലും സന്ദീപ് വാര്യർ മത്സരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ബാലുശ്ശേരിയിൽ നിലവിൽ സച്ചിൻ ദേവ് ആണ് MLA ആയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിനിമാ നടനായ ധർമ്മജൻ ബോൾഗാട്ടിയായിരുന്നു അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. ധർമ്മജൻ ബോൾഗാട്ടി അന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെയൊക്കെ തന്നെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇക്കുറിയും ധർമ്മജൻ ബോൾഗാട്ടിയെ അവിടെ മത്സരരംഗത്ത് ഇറക്കുമോ എന്നുള്ള കാര്യം നിശ്ചയമില്ല. ഏതായാലും നിരവധി സിനിമാ നടന്മാരുടെയും സാമൂഹ്യ നിരീക്ഷകരുടെയും അതൊക്കെ തന്നെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുപോലെ CPM കായംകുളം മണ്ഡലത്തിലേക്ക് VS അച്യുതാനന്ദൻ്റെ മകൻ V അരുൺകുമാറിനെ പരിഗണിക്കുന്നുണ്ടെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. ഏതായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ പരമാവധി സീറ്റുകൾ നേടാനുള്ള ശ്രമം തന്നെയാണ് ഇക്കുറി നടത്തുന്നത്. അതിനായി സ്ഥിരം രാഷ്ട്രീയ പ്രവർത്തകരെ മാറ്റി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ രംഗത്തൊക്കെ തന്നെ സജീവ സാന്നിധ്യമായി മാറിയ ആളുകളെ കളത്തിലിറക്കാനാണ് ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇന്ന് സാധാരണ പുതിയ തലമുറയ്ക്കിടയിൽ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയും എന്നും അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ നേടുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള താര പദവിയുള്ള ആളുകളെ മത്സരരംഗത്തിറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.